അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത വീട്ടിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ അമ്മച്ചി. ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടികൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഉമ്മ കാണാനില്ല. ഉമ്മ തൊട്ടടുത്ത വീട്ടിലിരിക്കുന്നുണ്ട്. അവരെ ഒക്കെ ഒരു ബന്ധുവീട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അവരുടെ അമ്മർത്ത് പോയിരിക്കലാണ് പണി. അങ്ങനെ എൻ്റെ മോളും പോയിട്ടുണ്ട് അങ്ങോട്ട്. എന്താ നടക്കുന്നത്. അപ്പോൾ കുട്ടികളും അങ്ങനെ ഇറങ്ങി പോവണേ, പിന്നെ അങ്ങനെ റോട്ടിലേക്ക് പോവും. അപ്പോൾ അതിന് എന്തിൻ്റെ കുഴപ്പമാണ്? ഇവിടെ ഇരുന്നാൽ പോരെ വീട്ടിൻ്റെ ഉള്ളിൽ. ഓരോ സ്ഥലത്തും ഓരോ ബൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ ചെറുതും വന്ന് ഇരുന്നിട്ട്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുട്ടികളും അവിടെ ഇറങ്ങിപ്പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. വെറുതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ബുദ്ധിമുട്ടല്ലേ, അവർക്ക് അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ ഉമ്മറക്കൊലായിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ അവർക്കതൊരു വിഷയം തന്നെയാണ്. അവരുടെ ബന്ധുക്കളെ ആളുകളൊക്കെ വരുമ്പോൾ ഉമ്മ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ വെറുതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആർക്കായാലും ഒരു ആരോസര തന്നെയാണ്. ഇനി നമുക്ക് വാടക താമസിക്കുമ്പോൾ നമുക്ക് ഒരു തന്നെയാണ് അങ്ങനെ ആയിക്കഴിയുമ്പോൾ. പിന്നെ നിങ്ങൾ ഒഴിയെന്ന് പറയും. വല്ലാതെ ഒരു വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണത്. ഉമ്മ അങ്ങനെ ആവുമ്പോൾ ഉമ്മക്ക് എന്തിൻ്റെ കുറവാണ്? ഉമ്മ വെറുതെ അവിടെ നിന്ന് ഓരോരുത്തരതാ വയനാട്ടിൽ വെള്ളപ്പൊക്കത്തിൽ വീടും എല്ലാം നഷ്ടപ്പെട്ടു, ഒറ്റവരോടേറൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ചിന്തിച്ചാൽ അങ്ങനെ ഇവിടെ നിന്നൊരു ഓട്ടോ കിട്ടി. ആ ഓട്ടോറിക്ഷയിൽ ഉമ്മ കയറി ഇന്നവിടെ കൊണ്ടാക്കി കാട്ടുവാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണ്. എൻ്റെ സ്ഥലമൊക്കെ പോയി, എനിക്ക് വീടില്ല, നാടില്ല. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ആവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും, വീട് ഒഴിയേണ്ടിയിരുന്നൊക്കെ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുക, വീട്ടിൽ വന്നിരുന്നു. അല്ലെങ്കിൽ ആവശ്യത്തിനൊക്കെ പോകുന്നുണ്ടാ പറയുക, അത് കുഴപ്പമില്ല. അങ്ങനെ അവിടെ തന്നെ പോയി വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ബുദ്ധിമുട്ടിക്കൽ തന്നെ അല്ലേ. അപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിക്കലാണ്. അങ്ങനെ ഒരു ഓട്ടർഷ വെച്ച് അപ്പോൾ ഇറങ്ങുന്നില്ല എന്ന്. എങ്ങോട്ടേലും പോവുകയാണ്, ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഇരിക്കപ്പുറത്തേയും സമാധാനമല്ല. കുട്ടികൾ റോട്ടിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഞാൻ കടയിലേക്ക് പോയാലും മക്കളവിടെ ആക്കിപ്പോയി. ഞാനൊരു 2 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരും. പോകുമ്പോൾ തന്നെ ഞാൻ 11 മണി 10 മണി ടൈമിലൊക്കെ ഞാൻ പോവല് കടയിലേക്ക്. 2-3 മണിക്കൂർ കൊണ്ട് ഞാൻ തിരിച്ച് വരും. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ, പേടിയാവാണ്. കുട്ടികളെ ഇങ്ങോട്ടൊക്കെ അപ്പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ വയ്യാന്നും പറഞ്ഞിട്ട്. അപ്പോൾ വണ്ടിക്കാരൻ പറഞ്ഞ് താത്താങ്ങളും വരും. അങ്ങനെ ഇങ്ങനെയുള്ളവരൊക്കെ ചികിത്സയ്ക്ക് നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ആൾ നിൽക്കും, പൈസ ഒന്നും വേണ്ട. അങ്ങനെ അല്ലാണ്ട് പൈസ ഒന്നും ആവില്ല. പൈസ വേണ്ടെന്നല്ല, പൈസ ആവില്ല. അപ്പോൾ ഈ ആരും ഇല്ലാത്തവരൊക്കെ നോക്കണം. ഇങ്ങനെയൊക്കെ പാവപ്പെട്ടവർ, ആരെ ആശ്രയമില്ലാത്തവരൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം എന്നാൽ അങ്ങനെയാണെങ്കിൽ അവിടെ പോയി വയ്ക്കാമല്ലോ, നമ്മൾ അന്വേഷിച്ച് വയ്ക്കാമല്ലോ. ഏതായാലും വണ്ടി കയറിയല്ലേ, എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പോവട്ടോ. അപ്പോൾ കാളികാവാണ് സ്ഥലം. കാളികാവിൽ അങ്ങനെ ഉള്ള ഒരു ചികിത്സയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ എനിക്കും അറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ് എന്നാൽ അവിടെ പോയിണ്ട് വരാം. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഞാൻ എടുത്ത വീടിന് നല്ല ഒരു സ്ഥലം, നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. നമ്മളെ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാകുമ്പോൾ. ഇവിടെ നല്ല കഴുകും തോട്ടമൊക്കെ ഉണ്ട്. ഇവിടെ അടക്കാക്കുണ്ടോ അങ്ങനെ എന്തൊക്കെ പറയും സ്ഥലത്തിന്. അപ്പോൾ പരിചയമുള്ളവർ
കമൻ്റ് ഇടണേ. എനിക്കറിയില്ല, കുറേ സ്ഥലത്ത് കൂടെ ഒക്കെ പോയി. ഞാൻ ഈ റൂട്ടൊക്കെ ആദ്യമായിട്ട് വരികയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഉമ്മച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്രയും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. വണ്ടിക്കൂലി ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് മാത്രം. 1500, 2000, 2500 വണ്ടിക്കൂലിയാവും. അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങാൻ പോവുക ഒക്കെ ചെയ്യട്ടെ. ഈ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി വരാമല്ലോ. വണ്ടിക്ക് പൈസ കൊടുക്കാണ്ടായാൽ മതി. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തുക തന്നെ ഉണ്ടാക്കി വെക്കണം. ഇതന്നെ പണി. വാടക കൊടുക്കാൻ എവിടെ നമ്മൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കി വെക്കണം. പൈസ എത്ര ഉണ്ടാക്കിയാലും തല ഉണ്ടാവില്ല. ഏതൊരു തലക്കലക്ക് എത്തൂല്ല, മുട്ടുമില്ല. ഉണ്ടായിരുന്ന സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുക. ഇതിൻ്റെ ഈ അന്തല്ലായ്മ കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ തെരുവിൽ അലയണ സ്ഥിതിയാണ്. വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. അപ്പോൾ വയനാട്ടിലെ സംഭവമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, എനിക്കെന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു വ്ളോഗർ സിലുത്തുണ്ട്, സിലുത്ത സഹായിക്കണം ചെയ്യണം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വ്ളോഗർ സിലുത്താനായിട്ട് ഞാൻ അറിയും. ഇങ്ങനെ പാലക്കാട്ട് ഏരിയയാണ്, ഞാനും പാലക്കാട്ട് ഏരിയ തന്നെയാണ്, പാലക്കാട് ജില്ലയാണ്. നേരിൽ കണ്ടിട്ടൊന്നുമില്ല സിലുവിനെ. അപ്പോൾ സിലുവിൻ്റെ വീഡിയോസൊക്കെ ഇത് പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പോകുമ്പോൾ വീഡിയോ എടുത്തതാണ്. അവിടെ ഒരു പഴയ ഒരു വീടുണ്ടെന്നൊക്കെ പറയാനായിട്ടുണ്ട്. ഡ്രൈവർ പറഞ്ഞതാട്ടോ. 12 റൂമായിട്ടുള്ള പഴയ ഒരു വീടുണ്ട് അത്ര. ഈ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ നേരെ സൈഡ്, ലെഫ്റ്റ് സൈഡ്. അപ്പം അതിന് എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ പോകണോ ഇറങ്ങണോ ഇങ്ങനെ പോവന്നെ. അല്ലെങ്കിലോ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കും. ടെൻഷനായി കഴിഞ്ഞാൽ ഇരിക്കപ്പുറത്തില്ല, കിടക്കപ്പുറത്തില്ല, അങ്ങനെ നടക്കുക. എന്താ ചെയ്യുക, അതിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് അത്. ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല, എൻ്റെ സ്ഥലമൊക്കെ പോയി, എൻ്റെ മുതലൊക്കെ പോയി, എല്ലാം പോയി, നോക്കാൻ ആരുമില്ല. എവിടെയാണ്, ഏത് മണ്ണിലാണ് ഞാൻ മരിച്ചാൽ, പെട്ടെന്ന് മരിച്ചാലോ മരണപ്പെട്ടാലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ കടയിലേക്ക് വർക്കിന് പോയപ്പോൾ കുട്ടികൾ റോട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഉമ്മാക്ക് പ്രായമായില്ലേ, കുട്ടികളെ പിന്നാലെ ഇറങ്ങാൻ പറഞ്ഞ് പോകാനൊന്നും നിൽക്കില്ല. മോള് നല്ല വികൃതിയാണ്. അപ്പോൾ മോള് വെച്ചാണ്ട് ഇറങ്ങിപ്പോയി. മോള് അങ്കലവാടിയിൽ ആക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്കലവാടി പോയില്ല, പിന്നെ വീട്ടിൽ തന്നെയാണ്. ഇനി അങ്കലവാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടി വേണം, കയറ്റൊക്കെ കയറി വർക്കിന് പോവും വേണം. 10 മണി ടൈമിൽ അങ്കലവാടിക്ക് ആക്കലും എല്ലാം കൂടി നടക്കൂല. വർക്കും മോളെ അവിടെ നിന്ന് വന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് അങ്കലവാടിക്ക് കൊണ്ടുപോയി ആക്കലും എല്ലാം കൂടി ആകെ വല്ലാത്ത സിറ്റുവേഷനാണ്. ഒന്നുകിൽ സ്കൂട്ടി വേണം, പെട്ടെന്ന് വന്നാണ്ട് ഡ്രസ്സൊക്കെ കുളിപ്പിച്ച് അംഗൻവാടിയിൽ ആക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു 10 മണി 10:30 10 മണിക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ ചേർത്താനായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സ്കൂളിൽ ചേർത്തിട്ടുമില്ല, 5 ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഉമ്മാക്ക് വയ്യാതെ ആകെ കലപിലല്ലായിരുന്നു, തീരെ വയ്യാത്ത അവസ്ഥ അല്ലായിരുന്നു. പിന്നെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ വേണ്ടി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ എനിക്കും താല്പര്യമില്ല. ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും, നിംസ് ഹോസ്പിറ്റൽ. അങ്ങനെയൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. ഇപ്പം നാളെ ഓട്ടോറിക്ഷ വെച്ച് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ
കിട്ടിയ വണ്ടിക്കൊക്കെ കൈയാട്ടിയിട്ട് പോവാൻ നിൽക്കണം. എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇന്നലെ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ വണ്ടിക്കാരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് വയ്യാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന്. പിന്നെ എന്താ ചെയ്യുന്നത്? എവിടോ ഇങ്ങോട്ടോ എന്നില്ലാത്ത ഒരു യാത്ര, ജീവിതയാത്ര എന്ന് പറയുന്നത് ആവശ്യം. ഉമ്മാക്കതിന് ഞാനൊരു മോളുണ്ട്, ഇവിടെ വെള്ളം കുടിച്ചിട്ട് കുത്തിരുന്നാൽ മതി. ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യങ്ങളില്ല. എനിക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അതിലൊരു കാര്യമില്ലല്ലോ. ജീവിക്കണ്ടേ? എന്തെങ്കിലും ചെറുതായിട്ടുണ്ട് കേൾക്കുമ്പോഴത്തേന് ടെൻഷൻ അടിച്ച് പിന്നെ ഇങ്ങനെ തുടങ്ങും സംസാരം. പിന്നെ മരുന്നൊന്നും കഴിക്കൂല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇന്നൊക്കെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് മക്കളെ എൻ്റെ വിശേഷങ്ങൾ. നമുക്ക് വയനാട്ടിലുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാം, അല്ലാതെ എന്താ ചെയ്യാൻ കഴിയുക? പഠിച്ച റബ്ബ് അവർക്ക് ക്ഷമയെ കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.